എന്താ ഡോക്ടറിനോട് എന്താ പറഞ്ഞത്? എല്ലാം തിന്നാന്നോ? ഗുളിക വേണ്ട, തിന്നോളാം, നല്ലോണം തിന്നോളാം. അപ്പൊ ഗൈസ് ഓര് പറഞ്ഞത് 6-8 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത്. നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആവുന്ന്. എന്തായാലും ഇപ്പൊ നീ കയറ്റും ഇനിയിപ്പോ അവിടെ നിക്കല്ലേ, വേറെ വഴിയില്ലല്ലോ. നിക്ക ചോറൊക്കെ ഇവിടുന്ന് വാങ്ങി കൊണ്ടിട്ടായാലും തിന്നിട്ടൊക്കെ ഇതാക്കേണ്ടി വരും. സോഡിയം കയറ്റാൻ പറയാം. എടാ അനുവാ വീടാ ചാടി ഇറങ്ങിക്കോണ്ടി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോ നമ്മളിപ്പോ എങ്ങോട്ട് ഇറങ്ങണ വെച്ച് കഴിഞ്ഞാല് വല്യമ്മ ഇപ്പോ എന്താ നമ്മൾ ആശുപത്രി പോണത്? സോഡിയം ചെക്ക് ചെയ്യാൻ. അതായത് ഗൈസ് നമ്മൾ എന്തിനും ഹോസ്പിറ്റലിൽ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് വല്യമ്മാനെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി ഹോസ്പിറ്റലിന്? ഇന്നേക്ക് 5ാമത്തെ ദിവസമാണ് ഗൈസ്. പക്ഷെങ്കിൽ വല്യമ്മക്ക് ഇത്ര ദിവസം ക്ഷീണം പോയിട്ടില്ല. വല്യമ്മ ഒന്നും നടന്നു കഴിഞ്ഞാൽ കടക്കുക, അതായത് ഭയങ്കര ക്ഷീണം അമ്മക്ക് എപ്പോഴും. അപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എത്ര ദിവസം കഴിഞ്ഞിട്ട് സോഡിയം ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്? 10 ദിവസം കഴിഞ്ഞിട്ട് സോഡിയം ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലാനാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. അവൾക്ക് പോകണം, ചെക്ക് ചെയ്താൽ നോക്കാം. ആ കോഴിക്കോടത്തെ താത്ത കൊടുത്തയച്ച തട്ടാണ്. നാള് പോയില്ലേ അതേപോലെ കൊടുത്തല്ലേ. മൂന്നെണ്ണം കൊണ്ടു ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിക്കാണ് അല്ലേ? ഇനി നമുക്കിപ്പോ അവിടെ പോയിട്ട് സോഡിയം ചെക്ക് ചെയ്തിട്ട് സോഡിയം നോർമൽ ആണോ? വലിയമ്മക്ക് ഇതിന്റെ പ്രശ്നമൊന്നുമില്ല. എന്ത് ഭയങ്കര ക്ഷീണം, അതായത് മരുന്ന് കയറ്റിയല്ലേ അതിന്റെ ക്ഷീണം കൊണ്ടാക്കി ക്ഷീണം ഒരു 4-5 ദിവസമൊക്കെ ഇങ്ങനെ മരുന്ന് മാത്രം പോരല്ലോ, കഴിച്ചിട്ടുണ്ടേ. തൊള്ളക്ക് രുചിയില്ല, തൊള്ള കഴിച്ചു വെറും കഴിച്ചു. മീൻ പൊരിച്ചൊക്കെ നല്ല എരൂല് നല്ല ചൊടിയില് വേണം. മീനൊക്കെ വെറുതെ ഇങ്ങനെ തിന്നാണ്. ചെമ്മീൻ കിട്ടാണ്. ചെമ്മീൻ ഇവിടെ ഉണ്ടായില്ലോ. എന്തായാലും ഓട്ടോറിക്ഷനെ കാത്തിക്കല്ലോ. ഓട്ടോറിക്ഷ എത്തിയിട്ടില്ല, ഓട്ടോറിക്ഷനെ കാത്തിക്കല്ലോ. ഓട്ടോറിക്ഷ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ എത്തും പറഞ്ഞോ? അവിടെ ഇരിക്കുന്നു കുത്തിരിക്ക്. കുറച്ചു നേരം നിക്കുമ്പോത്തിന് ഞാൻ അവിടെ ഇരിക്കട്ടെ പറഞ്ഞാണ്ട് പോകും. അതായത് ഒന്നാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മള് വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കസാലയും കൊണ്ട് നമ്മൾ തോട്ടത്തേക്ക് പോകണം. അതായത് ഒന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഭയങ്കര ക്ഷീണം, ഭയങ്കര കൊയക്ക് വരികയാണ്. നമുക്ക് അറിയില്ല, സോഡിയം ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? അതെ, ചെക്ക് ചെയ്ത് നോക്കാം. ആപ്പിൾ ജ്യൂസും പിന്നെ എന്താ രാവിലെ എന്താ വാങ്ങിയ പാലോ? എന്ത് പാല്? ആട്ടുംപാല വാങ്ങിയത്? പായം പീങ്ങണം, പീങ്ങണം. പീങ്ങിയിട്ട് എന്നാലേ കൊസി ഉണ്ടാവുള്ളൂ. അതൊറ്റ ലീക്ക് വരാണ്ട് മറ്റേ കാണത്. അത് നമുക്ക് ചോദിച്ചു നോക്കാം ഡോക്ടറിനോട്. തൊള്ള കഴിച്ചിട്ടുണ്ട്, അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു നോക്കാം. തൊള്ള കഴിച്ചാണല്ലേ? പയം പീങ്ങണം, നാലേ കൊസി ഉണ്ടാവുള്ളൂ. എരില്ല സാധനമാണല്ലോ. മുളക് പൊടി വാങ്ങാം നമുക്ക്. മുളകൊക്കെ കരുതി കുറിച്ചുകൂടി ചേരുന്നു. ആണോ? കുരുമുളകൊക്കെ തിന്നു. ആ കാന്താരി മുളക് ഉണ്ടാവല്ലോ ഇവിടെ. അതൊക്കെ എത്ര തിന്നു. അതാണ് ഇന്ന് രസം വെച്ചിക്ക് കാന്താരി മുളക്. അങ്ങനെ ഈ വീഡിയോയിലുണ്ട്. ഓട്ടോറിക്ഷ വന്നില്ലേ ഗൈസ്? ഇറങ്ങിക്കൂടി ഇതാക്കണ താഴെ ഓട്ടോറിക്ഷ വന്നു. അത് കുഴപ്പമില്ല. അതെ അതെ അതെ, ഞാൻ നടക്കുന്ന നോക്കി ഇറങ്ങിയേ. മമ്മക്ക് ഇറങ്ങാൻ പോയിക്കോ. പിടിച്ചണോ? പിടിച്ചണെങ്കി പിടിച്ചും. ഓട്ടോറിക്ഷ താഴെത്തിക്കണേ, നമ്മളണ്ട് ഇറങ്ങിയാ മതി. എന്താ വയ്യ നിങ്ങൾ അടിച്ചു വരീനെന്ന്? എവിടെ ചെമ്മലാളൊക്കെ ഇനി കുറച്ചുകൂടി ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മളെ അലുവയൊക്കെ എന്തുണ്ടെന്നുണ്ടെങ്കിലും വിളിച്ചാ വിളിപ്പുറത്താണല്ലേ അല്ലേ? അതങ്ങനെ ഉള്ളു, അത്രേ ഉള്ളു. അതെ, സോഡിയം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഉള്ളിക്കണ്ട് കേറാ, നടക്ക. ആണല്ലേ? അന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള എന്തൊക്കെയാ കാട്ടിക്കുട്ടിരുന്നു. ഞാൻ മാത്രമേ മമ്മക്ക് ബോധം വേണ്ട. അന്ന്
നേരെ ഹോസ്പിറ്റലിൽ പോയേക്കാം ഗൈസ്. ഹോസ്പിറ്റലിൽ എത്തി. നല്ല തിരക്കാണ് ഗൈസ്. അതെ, നല്ല തിരക്കുണ്ട്. ഇവിടെ നല്ല മഴയുണ്ട് അല്ലേ? ആ, ഇവിടെ എത്തിയപ്പോ മഴ. നമ്മളോട് തീരെ മഴയില്ല. നമ്മൾ ഉള്ളിൽ കയറിന്നാ, ഉള്ളിൽ കയറിക്കോളി. ചെന്നിട്ട് ഡോക്ടറെ കണ്ടോക്കാന്നാ. ഓക്കെ, ഉള്ളിൽ കയറില്ലെന്നാ. അങ്ങനെ വല്യമ്മനെ ചെക്ക് ചെയ്യണല്ലേ, കുത്തനാക്കണടെ. ഗൈസ് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം 1/2 മണിക്കൂർ വേണം അമ്മമാരുടെ ബ്ലഡിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി അറിയാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി വല്യമ്മക്ക് ചായ കുടിക്കണം. എന്ത് ചായ? ചായ വേണ്ടിയ ചായയാണോ ബൂസ്റ്റാണോ ഹോർലിക്സ് ആണോ? ചായ വേണ്ട. എന്തായാലും വെള്ളം കുടിക്കാം. നമുക്ക് വെള്ളം കുടിക്കാൻ പോയി നോക്കാം. അതൊക്കെ ആരൊക്കെയാ നോക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ചെന്നേക്കാം. എന്നാ നീട്ടി അടക്കി, വേഗം നടക്കി. അവിടെ ഗൈസ് വലിയമാന്റെ ഫാൻസ് കൂടി. ഗൈസ് ഞങ്ങളങ്ങനെ ചായ കുടിക്കാനെത്തി. വലിയമാക്ക് എന്താ പറഞ്ഞത്? ചായയും പിന്നെ ഉള്ളിവട. ഞങ്ങൾക്ക് എനിക്കൊരു പെപ്സി. വലിയമ്മ മാടിക്കണ എന്താ? വലിയ എന്താ മാടിക്കുന്നത്? സൂചി തീ ഏറ്റിക്കണം മേത്ത്. ചോറൊന്നും വെക്കാതെയാണ് നമ്മള് വന്നിക്കണത്. ചോറുണ്ട് വരിയില്. വലിയമാന്റെ സാധനം എത്തി. ഉള്ളിവടന്റെ ഷേപ്പ് ഇപ്പൊ ഇങ്ങനെ നമ്മമ്മ കഴിച്ചോളി. ഗൈസ് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പേ മമ്മ നമുക്ക് ഇത് വാങ്ങണ്ടേ? ഫ്രൂട്ട്സ് വാങ്ങണ്ടേ? പെരീത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞില്ലേ? അത് നമുക്ക് മുറ്റത്ത് വെക്കാം, പുറത്ത് വെക്കാം. വണ്ടിയോടെ കാത്തുക. വണ്ടി നമ്മൾ വിളിച്ചിട്ട് വരുമോ? ആ, നമുക്ക് ആ സാധനങ്ങൾ വാങ്ങാം. അതായത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാണ്ട്. ഉമ്മമാന്റെ ഫ്രൂട്ട്സ് കഴിഞ്ഞിക്കണ്. ഇപ്പൊ ഇളനീര് കിട്ടുമോന്ന് എനിക്കറിയില്ല. എങ്ങനെ കരിക്ക് ഇപ്പൊ കിട്ടൂല, നാളെ രാവിലെ കിട്ടുള്ളൂ. രാവിലെ നോക്കേണ്ടി വരും. ആണോ? 2 പേരിലുണ്ടോ? അപ്പൊ പ്രശ്നമില്ല. കരിക്ക് അത് മതി. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ പെരിയിൽ ചോറുണ്ടാക്കിയിട്ടില്ല. ചോറുണ്ടാക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ ചോറ് എന്തേലും ഇവിടുന്ന് വാങ്ങി പോകാൻ പറ്റുമോന്ന്. അല്ലമ്മ 10 പേര് പറയണ്ടേ? ആണോ? അല്ല, ചോറ് ഇപ്പൊ കിട്ടുമോ ഈ ടൈം? എന്നാ ചോറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് വാങ്ങിക്കൊണ്ടോ? 4. എന്നാ പിന്നെ ഒരു സാധനം വാങ്ങണ്ട. അയ്യോ, ഈ സാമാനൊക്കെ പോണണ്ടില്ലേ ഗൈസ്? അതേമായിട്ടൊന്നും വാങ്ങിയാണ് വല്യമ്മക്ക് കൊടുക്കണം അല്ലേ? വല്യമ്മ പോവുമേ? ഓന്റെ കമ്പനിയാണ് തോന്നുന്നുണ്ട്. ഷോപ്പിങ്ങിലാണോ? വണ്ടി കൊടുക്കണുണ്ടോ? വണ്ടിയോ? വേണ്ടോ? പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ലെന്നാ. ഗൈസ് അനിയനും ഓടിച്ചു നോക്കാൻ പോവാണ്. എടാ അനുവാ, വീടാ ചാടി ഇറങ്ങിക്കോണ്ടി. ആ പോണ്, ആ പോയ വണ്ടി തിരിച്ചു വരുമ്പോ കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇരിക്കാൻ എന്തെങ്കിലും കിട്ടാൻ നിക്കാണി ഇവിടെ ഇരുന്നു. ആണോ? അവിടെ വരാൻ വയ്ക്കോ? കയറ്റത്തിലെ ഗിയറൊക്കെ ചേഞ്ച് ആക്കണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആണോ? കൂടി ഞാൻ പോണി. കൊഴപ്പല്ല കേട്ടോ സാധനം. ആണോ? എന്റെ എക്സ്പീരിയൻസ് സംഭവം സെറ്റ് സാധനമാണ്. കാരണം എനിക്ക് ഒറ്റ റൈഡിൽ തന്നെ എനിക്ക് ഇഷ്ടമായി. അതിപ്പോ ഈടുണ്ടാ കൊഞ്ഞട പോകുന്നു, പക്ഷെ ഇല്ല, നല്ല സുഖം ഓടിച്ചാ. എനിക്ക് ഓടിക്കണമെന്നുണ്ടായിനി, പക്ഷെ ഇത് റോഡായി പോയി. എനിക്ക് പിന്നെ അതില്ലാത്തോണ്ട് പിന്നെ പ്രശ്നമല്ല. നമ്മ ആ സ്റ്റൂൾ അവിടെ കൊടുത്താ മതി, നമുക്കവിടെ പോവാനി. ഇതൊക്കെ ഇപ്പൊ വാങ്ങിന്നേ? ഇതൊക്കെ ഇപ്പൊ വാങ്ങിയമ്മ. ആപ്പിളും വല്യമ്മ എവിടെയാണ് ചോദിക്കണോ? ഒരു സ്റ്റൂൾ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും വല്യമ്മ. സ്റ്റൂള് ചോദിച്ചു വാങ്ങി. അത് നല്ല രസമുള്ള സാധനം. അത് എടുത്തോ. അതിന്റെ പേരെന്താ കേക്കാം? നിന്റെ പേരൊക്കെ ചോദിച്ചല്ലേ? ഇതെന്താണ്? സബർജില്ലോ? എന്നാ അമ്മമ്മ അത് എടുത്തളി. നല്ല രസമുള്ള സാധനം. പല്ലാണ് അരച്ചു കൊടുക്കാൻ നമുക്ക്. കുഴപ്പമില്ല, മുറിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഗൈസ് ഫ്രൂട്ട്സ് വാങ്ങി നോക്കട്ടെ. പിന്നെ കരിക്കുണ്ടോ? കരിക്കില്ലല്ലേ? എന്നാ നമുക്ക് എടാ ചോറ് കിട്ടു നോക്കട്ടെ. ചോറ് നമുക്ക് കിട്ടു നോക്കാം. ചോറ് ചോദിച്ചോട്ടെ. ചോറ് നമുക്ക് ചോദിച്ചേക്കാം.
ഗൈസ് അതേപോലെ തന്നെ വെറുംചോറ് കിട്ടൂല എന്ന് പറഞ്ഞത്. അപ്പൊ ഉമ്മ പറഞ്ഞു നെയ്ച്ചോറാക്കല്ലേ എന്നാല്. അതെന്ത് ഈ കൈ പിടിച്ച് നിക്കണേ? അത് എടുത്തളി. ഒന്നൊറ്റക്കല്ലല്ലോ വേണ്ടിയത്, അത് 2-3 എടുത്തളി. ഞാനും അനിയനും പോയിട്ട് നെയ്ച്ചോറ് പോയി വാങ്ങി വാങ്ങിയ പോരെ, വണ്ടി നിർത്തിട്ടോ. അങ്ങനെ ഓക്കെ, അങ്ങനെ ആട്ടാ. ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് ആയി കാണൂലേ? ആയി കാണുമായിരിക്കാം. ഞാൻ വാങ്ങിയുടെ നേരെ ചോറും വാങ്ങിയുടെ നേരെ പെരി പോകണം. നമ്മളവിടെ എത്തിയപ്പത്തിന് ഇരുട്ടായിട്ടാ ഗൈസ്. സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പത്തിന് നമുക്ക് റിസൾട്ട് എന്തായിന്ന് പോയി നോക്കട്ടെ. ഉമ്മക്ക് സോഡിയം കുറവുണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ സോഡിയം കുറയുന്നു. 127 ആയിട്ടുണ്ട്. 135 പറഞ്ഞത്. ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചീട്ട് എടുത്തേക്കാണ്. ഡോക്ടർ പറഞ്ഞത് ഞാൻ തിന്നോളാന്നാ വേണ്ട അത് കയറ്റിക്കോ കേട്ടോ. തിന്നലും മറ്റും മറിച്ചൊന്നുമല്ല. അപ്പോൾ കൈ സോരി പറഞ്ഞത് 6-8 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത്. നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആവുന്ന്. എന്തായാലും ഇപ്പം നീ കയറ്റും. ഇനിയിപ്പോൾ അവിടെ നിൽക്കല വേറെ വയ്യില്ലല്ലോ. നിൽക്കാം. ചോറൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടിട്ട് അതിലും തിന്നിട്ടൊക്കെ ഇതാക്കേണ്ടി വരും. സോഡിയം കയറ്റാൻ പറയാം. എന്നാ ഗൈസ് നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് സോഡിയം കയറ്റാൻ നോക്കട്ടെ. ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഗുളിക തരാം. മറന്നു വെച്ച് കയറ്റണ്ട, എനിക്ക് ഇറങ്ങാറാന്ന് പറയാം. അതിനോട് പറഞ്ഞു ഗുളിക ഉണ്ട് ചോദിച്ചു. ആ ഗുളിക ഉണ്ട് പറഞ്ഞു. എന്നാ ഗുളിക തന്നാ മതി, ഞാൻ ചോറും കഞ്ഞിയൊക്കെ നല്ലോണം തിന്നോളാം, ഗുളികയും തന്നാ മതിയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാ ഗുളിക തരാം, ഇന്നൊന്നും മറ്റന്നാ ഒന്നും. സമാധാനം കേട്ടോ. കാരണം 5-6 മണിക്കൂർ നമ്മളിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നീനി. നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ ഗുളിക കൊണ്ട് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ശരിയാവട്ടെ അല്ലേ. എന്നാലും ആ പറഞ്ഞ ആളെ കാണണം. ഞാൻ നല്ലോണം തിന്നാന്ന് പറഞ്ഞ ആളെ കാണണം. എന്താ ഡോക്ടറിനോട് എന്താ പറഞ്ഞത്? എല്ലാം തിന്നാന്നോ? ഗുളിക വേണ്ട, തിന്നോളാം, നല്ലോണം തിന്നോളാം. പെരിന്തൽമണ്ണേ അന്ന് ഗായ്സ് നല്ല മരുന്ന് കയറ്റിയിട്ട് നല്ലോണം ഏറ്റിക്കണ് തോന്നുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ വർത്താനം പറയുന്നത്. മരുന്ന് മതി, ഗുളിക മതി അല്ലേ? ഓക്കെ, ഡോക്ടറെ കാണിച്ചിരുന്ന മരുന്ന് വാങ്ങി പോവല്ലേ? അങ്ങനെ എന്നാ ഗൈസ് മരുന്ന് വാങ്ങിയിട്ട് ഇനിയിപ്പോൾ ചോറ് വാങ്ങണം. ചോറ് വാങ്ങിയിട്ട് നേരെ നമ്മൾ പെരിയിൽ പോവാണ്. ഞാൻ എൻ്റെ കമ്പനിക്കാരനെ വിളിച്ചു പറഞ്ഞിനി. ഫോണിലൊന്നും ചാർജ് ഇല്ല, ചാർജർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിനി. ഇതുപോലെ എടുത്താൽ വിളിച്ചാ വിളിപ്പുറത്ത് ചാർജറൊക്കെ താങ്ങി പിടിച്ച് ഗൈസ് വരികയാണ്. നീ കൈ പിടിച്ചോ, നമുക്ക് അങ്ങോട്ട് പെരി കൊണ്ടുപോകല്ലേ. ഡോക്ടർ ഡോക്ടർ പറയണത് ഞാൻ വിളിച്ചപ്പോ മറ്റൊരു കോള്. ഇതൊക്കെ എപ്പോ അയക്കുന്ന വേറെ കോളൊന്നും ആണോ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാണ്. അമ്മ പോവല്ലേ? എല്ലാം എടുത്തില്ലേ? ആ മറ്റേ സാധനങ്ങൾ എടുത്തോ? എടുത്തില്ലേ? ബൈക്കും വരാം. ഇതിൽ കൊള്ളൂല, ചെറിയ ടൈറ്റ്. അപ്പൊ ഞാൻ മുന്നപ്പം വരാം കേട്ടോ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ആ പിന്നെ അവിടെ ആ പള്ളിന്റെ അവിടെ പോയിട്ട് ഇത് വാങ്ങണം, ചോറ് വാങ്ങണം. നെയ്ച്ചോറ് ബീഫ് കറി ഉണ്ടോ നോക്കല്ലേ അമ്മ? ഡോക്ടറോട് കെഞ്ചണുണ്ട്, ഞാൻ തിന്നോളാ, നല്ലോണം തിന്നോളാ. തിന്നെ വേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറ് വാങ്ങി, അതേപോലെ തന്നെ ബീഫിന്റെ കറിയും വാങ്ങിക്കണം. ഉമ്മക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞിനി. നമ്മ പോവല്ലേ? ബീഫ് കിട്ടിക്കണോ? അവിടെ വെച്ചാലേ അവിടെ പോയി നോക്കല്ലേ? ആ പോവാ. നമുക്ക് നേരെ പെരിക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പെരിയിൽ വന്ന് കയറി കേട്ടോ. ഉമ്മക്ക് ഡ്രസ്സ് മാറ്റി ഉമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് എന്താ അമ്മമ്മ? അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് ഡോക്ടറിനോട്? പറയും. ഫുഡ് നല്ലോണം കഴിച്ചോണം. ആര് പറഞ്ഞത്? ഡോക്ടർ അതമ്മമ്മേ? കഴിച്ചോട്ടെ. അതൊന്നല്ല അമ്മമ്മ, അതുകൊണ്ടാണ് നമ്മൾ ഇത് കേറ്റാ സോഡിയം കേറ്റാ പോകുന്നത്. ഇവിടെ നോക്കി ഞാൻ കഴിച്ചോളായിരുന്നു, നല്ലോണം കഴിച്ചോളാം. എന്നിട്ട് എന്താ ഇവിടെ നിൽക്കണേ? എന്നാ അമ്മമ്മ അടുക്കളയ്ക്ക് കിടക്കി. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വാരി തിന്നാൻ നോക്കി. എന്നാ അമ്മ നടക്കി. അപ്പൊ കഴിച്ച് നമ്മളിപ്പോ ഇത് വിചാരിച്ചിട്ടില്ല. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ സോഡിയം ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അമ്മമ്മക്ക് ഇങ്ങനെ ക്ഷീണമുള്ളതല്ലേ, പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവുണ്ടെങ്കിൽ കുറവുണ്ടാവൂല എന്നാ കരുതിയത്. ആ പക്ഷേങ്കില് സോഡിയം അമ്മമ്മക്ക് കുറവുണ്ട് അല്ലേ? 27 ഉള്ളു. എല്ലാം തിന്നിട്ടാണ്ട് അല്ലേ അമ്മമ്മ? ആ പറച്ചില് മാത്രം ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. എല്ലാവരും ഞാൻ തിന്നോണ്ട് പറഞ്ഞാണി. എല്ലാരോടും ഞാൻ തിന്നോണ്ട് മക്കളെ.
അതിനൊരു ഗതികേടുണ്ടാവില്ല, ഇഷ്ടം പോലെ തിന്നോളാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.